നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജുവിനെ ഒരുപാട് തവണ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതാ ഞാൻ നേരിട്ട് വന്നത്. എന്റെ ഫോണില് ചാർജ് തീർന്നു പോയതായിരുന്നു. ഫോൺ വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോ കറണ്ടും ഇല്ല. ആരാ മോനെ? രാജുവിന്റെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു. ഫോൺ ഓഫായിരുന്നു. രാജുവിനോട് പറയാൻ പറയണം. ശരി സാർ. രാജുവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്നതൊക്കെ അറിയിക്കണം അപ്പു. ഞാൻ രാജുവിന്റെ വീട്ടിലേക്ക് പോവാ. അയ്യോ ചേച്ചി, ഈ രാത്രിയിലോ? നീ പേടിക്കണ്ട, ഞാൻ ഉടനെ വരാം. എന്തൊരു വയറുവേദന! ആ മഷ്റൂം കറിയിലെ എരിവെല്ലാം കഴിച്ചിട്ട് കുടലിലെ തൊലിയെല്ലാം കരിഞ്ഞു പോയെന്നാ തോന്നുന്നു. ായിരുന്നു അത്. അതോ എന്റെ തോന്നലോ? വരുന്നു. മോളെവിടെ? എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നുള്ള വിചാരം നിങ്ങളുടെ മുഖം പണ്ടേ ഇല്ലല്ലോ. അവള് വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. നിങ്ങൾ കഴിക്ക മനുഷ്യ. നീ എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങൾ അവന്റെ വെക്കട്ട് കേറണ്ട. മിണ്ടാതിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ഓ, ആ ചപ്പാത്തി കിടക്കട. നീ എടുക്ക. കറണ്ടും പോയല്ലോ. രുക്മിണി, നീ ആ എമർജൻസി ലാമ്പൊന്ന് കത്തിച്ചേ. കഷ്ടം തന്നെ, കറണ്ട് പോകാൻ കണ്ട സമയം. അവിടോട്ട് പോയി. നീ അപ്പുറത്തെ വീട്ടില് കറണ്ട് ഉണ്ടോ നോക്കും മോനെ. എന്താടാ? അച്ഛാ, എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട്, നമുക്ക് മാത്രം കറണ്ട് ഇല്ലാത്ത. ആ, നീ ഒരു കാര്യം ചെയ്. ആ മെയിൻ സ്വിച്ചിന്റെ അടുത്ത് പോയി നോക്ക്. ഫീസ് വല്ലതും പോയതായിരിക്കും. ഫ്യൂസ് പോയതല്ല, ഞാൻ ഊരിയതാ. രമ്യ എന്ത് പണിയായി രാത്രി കാണിക്കുന്നേ? പറയാം. നീ ഇപ്പൊ പുറത്തേക്ക് നോക്കിട്ട് പറഞ്ഞില്ലേ നമ്മുടെ വീടൊഴികെ എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടെന്ന്. നീ ഒന്നുകൂടി ചെന്ന് നോക്കിക്കേ, എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ടോന്ന്. വിശന്നിട്ടും മനുഷ്യന്റെ കൊടല് കരിയുമ്പോഴാ രമ്യയുടെ ഒരു തമാശ. വിശന്ന് നിന്റെ കൊടല് കരിഞ്ഞ് കത്തട്ടെ. രാജുവിന്റെ വീട്ടില് കറണ്ട് വരാതെ ഇവിടെ ഒരാളും പച്ചവെള്ളം കുടിക്കാന്ന് കരുതണ്ട. അല്ല, അതിന് രാജുവിന്റെ വീട്ടിലെ കറണ്ടിന് എന്ത് പറ്റി? ആ, അതച്ഛൻ അമ്മയോട് ചോദിക്കും. രുക്കു, നീ പിന്നെ ഫീസ് ഊരിയോ? ആ, ഊരി. കേട്ടല്ലോ, രമ്യ പറയുന്നേ. ആ വീട്ടില് കറണ്ട് വരാതെ ഈ വീട്ടിലും കറണ്ട് വരാൻ പോണില്ല. ആര്
ആരും ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കാനും പോണില്ല. രാജു രാജു ആ വർമ്മ സാർ എന്നോട് പറഞ്ഞിരുന്നു. ഫയൽ കിട്ടിയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി. രാജു, ഋതിക മാഡം, മാഡം എന്താ ഇവിടെ? അത് ഈ രാത്രിയില്? ഞാൻ രാജുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നത്. ഞാൻ രാജുവിനെ ഒരുപാട് തവണ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതാ ഞാൻ നേരിട്ട് വന്നത്. എന്റെ ഫോണില് ചാർജ് തീർന്നു പോയതായിരുന്നു. ഫോൺ വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോ കറണ്ടും ഇല്ല. ആരാ മോനെ? എന്നാലും എന്റെ മോളെ ഇതല്പം കടന്ന കൈയായി പോയി. ഒട്ടും കടന്നിട്ടില്ല അച്ഛാ. ഞാൻ ഈ ചെയ്തതാണ് പാകത്തിനുള്ള ചെയ്ത്ത്. പാവം എന്റെ ശ്രീ, അവളോടെ കറണ്ടില്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. രാജുവിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തോണ്ട് ഇനി ഈ വീട്ടിലൊരു മഹാപ്രളയം വേണ്ട. ദാ ഫ്യൂസ് കൊണ്ടുപോയി കൊടുക്ക. ആ, അങ്ങനെ വഴിക്ക് വാ രുക്മിണി തമ്പുരാട്ടി. തൃപ്തിയായോ നിനക്ക്? ഇല്ല. ആ ഇനി എന്താ എന്റെ മോക്ക് വേണ്ടത്? പറയാം. എല്ലാരോടുമായി ഞാൻ അവസാനായിട്ട് പറയാം. കറണ്ട് ബില്ല് അടച്ചില്ല, വാട്ടർ ബില്ല് അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രാജുവിനെയോ രാജുവിന്റെ വീട്ടുകാരെയോ ബുദ്ധിമുട്ടിച്ച അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇത് ഈ രമ്യയുടെ ലാസ്റ്റ് വാണിംഗാ. മനസ്സിലായോ? മനസ്സിലായേ. ആ, ശ്രീ, പ്രിയേ, ഒന്ന് വേഗം വന്നേ. അയ്യോ, ഇതാരാ വന്നിരിക്കുന്ന നോക്കി. വാ വാ. ഋതു, നീ എന്താ ഇവിടെ? ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഋതിക മേഡത്തെ മുറ്റത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്? അയ്യോ, വെപ്രാളത്തിലേ ഞാനതങ്ങ് മറന്നു. മാഡം വാ, അകത്തേക്ക് ഇരിക്കാം. വരും മാഡം, അകത്തേക്ക് പോ. മാറ് മാറ്, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.